വർക്കലയിൽ പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട സംഭവം പുനരാവിഷ്കരിച്ച് പോലീസ്. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്. ട്രെയിനിൽ നിന്ന് പെൺകുട്ടിയെ വർക്കലയ്ക്ക് സമീപം വെച്ച് തള്ളിയിട്ടതിൻ്റെ ആ സംഭവം പുനരാവിഷ്കരിക്കുകയാണ് ഇപ്പോൾ പോലീസ് ചെയ്യുന്നത്. പ്രതി എങ്ങനെയാണ് അന്ന് ആ പെൺകുട്ടിയെ തള്ളിയിട്ടത് എന്ന കാര്യമാണ് പോലീസിനോട് വിശദീകരിക്കുന്നത്. പോലീസ് ആ സംഭവം വീണ്ടും റീക്രിയേറ്റ് ചെയ്യുകയാണ്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് മേഘന മുരളി ചേരുന്നു. മേഘന, എന്തൊക്കെയാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ? ദിലീപ് കുമാർ, കഴിഞ്ഞ ദിവസമാണ് കേരള മനസാക്ഷി അടക്കം ഞെട്ടിച്ച വർക്കലയിൽ പെൺകുട്ടിക്ക് ട്രെയിനിൽ വെച്ച് ഒരു ആക്രമണം നേരിടേണ്ടി വരുന്നത്. മദ്യപാനിയായിട്ടുള്ള ഒരാൾ ട്രെയിനിൽ വെച്ച് തള്ളിയിടുകയായിരുന്നു. ഇപ്പോഴും ആ പെൺകുട്ടിയുടെ നില ഗുരുതരമായി തുടരുകയും ചെയ്യുകയാണ്. അതിനിടയിലാണ് ഇത്തരത്തിൽ പ്രതി അന്നേരം തന്നെ പിടികൂടിയിട്ടുണ്ടായിരുന്നു. പിന്നീട് റെയിൽവേ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുന്നു. 4 ദിവസത്തേക്കാണ് റെയിൽവേ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുന്നത്. കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുന്നായിട്ടുള്ള തെളിവെടുപ്പ് നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ തിരുവനന്തപുരം സെൻട്രലിൽ ഈ ആക്രമണം നടന്ന കേരള എക്സ്പ്രസിന്റെ അതേ കോച്ചിലെത്തിച്ചാണ് പ്രതിയുമായി തെളിവെടുപ്പ് നടത്തിയത്. ഈ സംഭവം പ്രതി റെയിൽവേ പോലീസിന് മുന്നിൽ പുനരാവിഷ്കരണം നടത്തിയിട്ടുണ്ട്. ആ കാര്യങ്ങൾ അതേപോലെ തന്നെ ആവർത്തിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ പോലീസുകാർ അതേ കോച്ചിലെത്തുന്നു, പ്രതിയുമായി അതേ കോച്ചിലെത്തുന്നു. ശേഷം 2 പോലീസുകാർ ഈ ഡോർപ്പടിയിൽ ഇരുന്ന് എങ്ങനെയാണ് ആ പെൺകുട്ടിയെ തള്ളിയിട്ടത്, ചവിട്ടി താഴേക്കിട്ടത് എന്നുള്ള കാര്യമാണ് പ്രതി പോലീസിന് മുന്നിൽ കാണിച്ചു കൊടുക്കുന്നത്. ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത് പ്രതി കുറ്റം സമ്മതിക്കുന്നു. അതായത് നേരത്തെ അടക്കം പ്രതി ഇത്തരത്തിൽ വലിയ മാറിയുള്ള ഉത്തരങ്ങളായിരുന്നു പോലീസിനോട് പറഞ്ഞത്. ആദ്യം ഈ കുറ്റം സമ്മതിച്ചില്ല, മറ്റാരോ ചെയ്തു എന്നുള്ളതായിരുന്നു പ്രതി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് ഒരു പ്രകോപനവും ഇല്ലാതെ ആ പെൺകുട്ടികൾ യാതൊരു പ്രകോപനവും നടത്താതെ ഡോർ സ്റ്റെപ്പിൽ ഇരിക്കുകയായിരുന്നു. അതിനുശേഷം പുറകിൽ നിന്നെത്തി ചവിട്ടി താഴേക്കിടുകയായിരുന്നു എന്ന് പ്രതി ആവർത്തിക്കുന്നുണ്ട്. അങ്ങനെ തന്നെയാണ് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാവുകയും ചെയ്യുന്നത്. എന്തായാലും ഇപ്പോൾ 4 ദിവസത്തേക്കാണ് പ്രതി റെയിൽവേ പോലീസിന്റെ കസ്റ്റഡിയിൽ ഉണ്ടാവുക. കഴിഞ്ഞ ദിവസം കോട്ടയത്തെ ബാറിൽ നിന്നായിരുന്നു പ്രതി മദ്യപിച്ച് ഈ ട്രെയിനിൽ കയറുന്നത്. ഈ കോട്ടയത്തെ ബാറിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. അതിന്റെ തുടർച്ചയായാണ് ഈ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഈ കേരള എക്സ്പ്രസിന്റെ അതേ കോച്ചിൽ കയറി ഇപ്പോൾ തെളിവെടുപ്പ് പൂർത്തിയാക്കിയിരിക്കുന്നത്. അതിൽ വ്യക്തമാകുന്ന കാര്യം പ്രേക്ഷകർക്ക് കാണാം. അതിൻ്റെ അവിടെ പടിയിലായി 2 പോലീസുകാർ ഇരിക്കുന്നുണ്ട്. ആ പോലീസുകാരാണ് പെൺകുട്ടിയും കൂട്ടുകാരിയും. അവർ ഇരുന്ന അതേ സ്ഥലത്താണ് ഇപ്പോൾ ആ പോലീസുകാർ ഉള്ളത്. അവിടെ ഒരു പ്രകോപനവുമില്ലാതെ ഇയാൾ പിന്നിലൂടെ എത്തി ചവിട്ടി തള്ളിയിടുന്നതാണ് ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. അന്നത്തെ ആ സംഭവം പുനരാവിഷ്കരിച്ചിരിക്കുകയാണ് പോലീസ്. തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത് മേഘന മുരളി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.